Hello my dear students, welcome to my new video. നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്റർ അങ്ങനെ കഴിയാറായി കേട്ടോ. അവസാനിക്കാറായി എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ എല്ലാവർക്കും? ചെറുതായിട്ട് അല്ലേ? ഓക്കെ, ഇതുവരെയുള്ള എന്റെ വീഡിയോസ് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ എന്റെ സ്നേഹം അറിയിക്കുകയാണ്. ഇനിയും വീഡിയോസ് കാണണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാത്രമല്ല വിലയേറിയ കമന്റ്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോളിഡ്സിനെ കുറിച്ചുള്ള രണ്ട് മെയിൻ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ദി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. നമുക്ക് ആദ്യം ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് നോക്കാം. ബേസ്ഡ് അപ്പോൺ ദി കണ്ടക്ടിവിറ്റി, ദി സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. ഏതൊക്കെയത് നിങ്ങൾക്കറിയോ? ഇതാ നോക്കൂ, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. പേര് നല്ല പരിചയമുണ്ട് അല്ലേ? ഇവരുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ഓർമ്മിക്കാനുണ്ട്. അതെന്താ? മോളിക്യുലാർ ഓർബിറ്റൽ തിയറി അഥവാ ബാൻഡ് തിയറി. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബാൻഡ് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതിലൂടെ നമുക്ക് കണ്ടക്ടേഴ്സിലേക്കും ഇൻസുലേറ്റേഴ്സിലേക്കും സെമി കണ്ടക്ടേഴ്സിലേക്കും ഒക്കെ വരാം കേട്ടോ. ബാൻഡ് തിയറി അല്ലെങ്കിൽ മോളിക്യുലാർ ഓർബിറ്റൽ തിയറി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്നുള്ളത് അല്ലേ? Atomic orbitals combine together to form molecular orbitals. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്ത് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പോവാണ്. കഴിഞ്ഞ വർഷം കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത്. ലിഥിയം എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലിഥിയം is an alkali metal and its electronic configuration is 1s2 2s1. That means it contains 1 electron in its outermost shell. ഈ രീതിയിലുള്ള ഡയഗ്രാം ഓർമ്മ വരുന്നുണ്ടോ? +1 ക്ലാസ്സിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലെ മോളിക്യുലർ ഓർബിറ്റൽ ഡയഗ്രാം ആണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ലിഥിയമാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ രണ്ടെണ്ണം അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഈ നടുവിൽ കാണിക്കുന്നത് മോളിക്യുലർ ഓർബിറ്റൽ ആണ്. നമുക്കറിയാം ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s1 ആണെന്ന് അല്ലേ? ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ലിഥിയം ആറ്റംസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഈ രീതിയിലുള്ള കോൺഫിഗറേഷൻ ആണ് ബോക്സ് ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. 1s2 2s1. ഓക്കെ, ആൻഡ് ദീസ് ആർ ദി അറ്റോമിക് ഓർബിറ്റൽസ്. These atomic orbitals combine together to form molecular orbitals. അപ്പൊ നടുവില് ഈ കാണിച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് മോളിക്യുലർ ഓർബിറ്റൽസിനെയാണ്. മോളിക്യുലർ ഓർബിറ്റൽസ് തന്നെ രണ്ടെണ്ണം ഉണ്ട് അല്ലെ? ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും ഉണ്ട്, ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും ഉണ്ട്. അപ്പോ ഇതില് ഈ അടിയിലുള്ളത് ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റല്, ഈ മുകളിലുള്ളത് ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റല്. ഇത് നമ്മൾ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s. ഇതിന്റെ മുകളിൽ വരുന്നതിന് സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഇത് ഒരു ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ആണ്. ഇത് ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റൽ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസിനെയാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ആണ് ഓവർലാപ്പിംഗിന് പങ്കെടുക്കുന്നത്. ഇത് നോക്കൂ, 2 ലിഥിയം ആറ്റംസ് ആണ്. ഈ 2 ലിഥിയം ആറ്റത്തിന്റെ 2s ഓർബിറ്റലിലുള്ള ഓരോ ഇലക്ട്രോണുകളാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഒരു ലിഥിയം ആറ്റത്തിലുള്ള 2s ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോൺ, ഇത് മറ്റൊരു ലിഥിയം ആറ്റത്തിന്റെ 2s ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺ. അതായത് ഈ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു റെപ്രസെന്റേഷനിലൂടെ ഞാൻ എഴുതിയെന്ന് മാത്രം. ഇനി ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 ആറ്റംസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മോളിക്യുലർ ഓർബിറ്റൽ ഫോം ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും ഉണ്ടാവും, ആന്റി ബോണ്ടിങ് മോളിക്യുലർ ഓർബിറ്റലും ഉണ്ടാവും. ഈ 2 എണ്ണം ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരൊറ്റ ഓർബിറ്റിലേക്ക് വരും. അതാണ് ഈ 2 ഇലക്ട്രോൺ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്.
ഒരു ഓർബിറ്റല് അവിടെ വേക്കന്റ് ആയിട്ട് മാറി. അവിടെ ഇരിക്കാൻ ഇലക്ട്രോൺ ഇല്ല. ശരിയല്ലേ? ഇത് രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ലിഥിയം മോളിക്യൂൾ ഉണ്ടാവുന്ന അവസ്ഥയാണ്. ഇനി ഞാൻ ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത് 4 ലിഥിയം ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ്. അപ്പൊ 4 ലിഥിയം ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ 2 ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും 2 ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈച്ച് മോളിക്കുലർ ഓർബിറ്റൽസ് ആൻഡ് ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഹാവ് ഡിഫറെന്റ് എനർജീസ്. ഓരോന്നിന്റെയും എനർജീസിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മളിവിടെ എനർജി ബേസിസിൽ വരച്ചു കഴിഞ്ഞാൽ ഓരോ മോളിക്കുലർ ഓർബിറ്റൽസിന്റെയും എനർജി വ്യത്യസ്തമാണ്. അപ്പോ 4 ലിഥിയം ആറ്റംസ് എടുത്തപ്പോ നമുക്ക് 4 മോളിക്കുലർ ഓർബിറ്റൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കുക, 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഫുള്ളി ഫിൽഡ് ആയിട്ട് നിൽക്കുകയാണ്. 2 മോളിക്കുലർ ഓർബിറ്റൽസ് അതായത് അൺഒക്യൂപ്പൈഡ് ആയിട്ട് നിൽക്കുകയാണ്. അവിടെ ഇലക്ട്രോൺസ് ഇല്ല. ഇനി ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇഫ് ദർ ആർ n atoms ഉണ്ടെങ്കിൽ there will be n molecular orbitals. അതായത് എത്ര ലിഥിയം ആറ്റംസ് എടുത്തുവോ അത്രയ്ക്ക് തന്നെ മോളിക്കുലർ ഓർബിറ്റൽസ് അവിടെ ഉണ്ടാകും. ആൻഡ് ദീസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇത് നോക്കൂ, ഓരോ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുമ്പോഴും ഇത് അടുത്തടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിവിടെ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. ഇനി മൂന്നാമത് ഒരെണ്ണം വരുമ്പോ ഒരെണ്ണം കൂടി ഇതേപോലെ ഒരെണ്ണം കൂടി ഇങ്ങനെ വരും. ഇനി അടുത്തത് വരുമ്പോ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്കുലർ ഓർബിറ്റൽസ് വളരെ ക്ലോസ് ആയി പാക്ക് ചെയ്ത് വെച്ച പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദിസ് കണ്ടിന്യൂസ് എനർജി ലെവൽസ് റിസൾട്ട്സ് ഇൻ ആൻ എനർജി ബാൻഡ്. അതായത് ഈ രീതിയിലുള്ള ഒരു കണ്ടിന്യൂസ് എനർജി ലെവൽസ് ഒരുപാട് വരുമ്പോ എങ്ങനെയാ വരിക? ഇത് നോക്കൂ, ഈ രീതിയിൽ ഒരുപാട് എനർജി ലെവൽസ് ഇങ്ങനെ വരും. ഇവിടെ മുകളില് എനർജി ലെവൽസ് വരും. ഇത്രയും ഭാഗം മോളിക്കുലാർ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കും, ഇത്രയും ഭാഗം ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിരിക്കും. ആൻഡ് ദീസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ആൻഡ് ദിസ് ഫോംസ്, ഇത്രയും ഭാഗം ഈ ഭാഗവും വളരെ അടുത്തടുത്ത് വരുമ്പോ they forms a band. And this is said to be the energy band. That is, the continuous energy levels results in an energy band. എന്താണ് ഒരു എനർജി ബാൻഡ്? അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു എനർജി ബാൻഡ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയോ? അതായത് ഇതുപോലെയുള്ള അനവധി മോളിക്കുലർ ഓർബിറ്റൽസ് അടുത്തടുത്ത് വരികയും അങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എനർജി ലെവൽസ് കിട്ടുകയും അതിനെയാണ് നമ്മൾ എനർജി ബാൻഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എക്സാമ്പിളിലൂടെ വ്യക്തമാണ്, ഈ ബാൻഡിൽ തന്നെ ഒരു ഭാഗത്ത് ഇലക്ട്രോൺസ് നിറഞ്ഞിരിക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ഇലക്ട്രോണുകൾ തീരെ ഇല്ല. ഇലക്ട്രോണുകള് ഉള്ള സ്ഥലത്തിനെ പറയുന്നതാണ് വാലൻസ് ബാൻഡ്. ഇലക്ട്രോണുകൾ തീരെ ഇല്ലാത്ത സ്ഥലത്തിനെ പറയുന്നതാണ് കണ്ടക്ഷൻ ബാൻഡ്. അതായത് ദ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് എനർജി ബാൻഡ് ഈസ് കോൾഡ് വാലൻസ് ബാൻഡ് ആൻഡ് ദ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് എനർജി ബാൻഡ് ഈസ് കോൾഡ് കണ്ടക്ഷൻ ബാൻഡ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോളിഡ്സ്? നമുക്ക് നോക്കാം. They are the conductors, insulators and semiconductors. Now, what are conductors? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് conductors are those substances which allow the passage of electricity. അല്ലേ? When the conductivity range is in between 10⁴ to 10⁷, such solids are called conductors. അതായത് നമ്മൾ സോളിഡിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ഈ റേഞ്ചിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിൾസ് ആണ് മെറ്റൽസ്. മെറ്റൽസ് ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ,
Next is the insulators. And they are the solids with very low conductivities ranging between 10 raised to minus 20 to 10 raised to minus 10 ohm inverse meter raised to minus 1. അതായത് ആ റേഞ്ച് നമ്മളൊന്നും മനസ്സിലാക്കി വെക്കുക. ചിലപ്പോ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്, കണ്ടക്ടേഴ്സ് എന്താ, ഇൻസുലേറ്റേഴ്സ് എന്താ, സെമി കണ്ടക്ടേഴ്സ് എന്താണെന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കണം. ഈ ഒരു റേഞ്ച് നമ്മൾ പഠിച്ചു വെക്കുക. എക്സാമിന് ഡെഫിനിഷൻ ചോദിച്ചാൽ നമുക്കിത് എഴുതി വെക്കണം. ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ആൻ ഇൻസുലേറ്റർ ഈസ് ഡയമണ്ട്. പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ബിക്കോസ് ഇൻ ഡയമണ്ട് ദർ isn't any free electrons, so there is no passage of electricity. Okay? Then semiconductors. The solids with the conductivities in the intermediate range from 10 raised to minus 6 to 10 raised to 4. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ നമ്മൾക്ക് പറയാം അത്തരം സോളിഡുകളെ സെമി കണ്ടക്ടേഴ്സ് എന്ന്. എക്സാമ്പിൾ സിലിക്കൺ, ജെർമേനിയം പോലെയുള്ളവ. കണ്ടക്ടേഴ്സിനെ കുറിച്ചും ഇൻസുലേറ്റേഴ്സിനെ കുറിച്ചും സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ? ഇനി അത് എങ്ങനെയാണ് ബാൻഡ് തിയറി വെച്ചിട്ട് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് പഠിക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് ഫോർ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇവിടെ വരച്ചിട്ടുള്ളത് നോക്കുക. ഈ ഷെയ്ഡഡ് പോർഷൻ ആയിട്ട് കാണിക്കുന്നത് വാലൻസ് ബാൻഡ് ആണ്. ഇവിടെ ഒന്നുമില്ലാതെ അൺഷെയ്ഡഡ് പോർഷൻ ആയിട്ടുള്ളത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഈ വാലൻസ് ബാൻഡില് നിറച്ചും ഇലക്ട്രോൺസ് ആണ് കേട്ടോ. ഇനി കണ്ടക്ടേഴ്സില് അല്ലെങ്കിൽ മെറ്റൽസില് ഇലക്ട്രോണിന് നോർമൽ കണ്ടീഷനിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് കടക്കാൻ വളരെ ഈസിയാണ്. കാരണം ഇവർ ഓൾമോസ്റ്റ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന പോലെയാണ്. ബോത്ത് ദീസ് ബാൻഡ്സ് ആർ ഓൾമോസ്റ്റ് overlapped, so the electrons can easily flow from valence band to conduction band, thereby conduction takes place very easily. But this is not the case in insulators. ഇൻസുലേറ്റേഴ്സിന്റെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വളരെയധികം എനർജി ഡിഫറൻസ് ഉണ്ട് അല്ലെ? ദിസ് എനർജി ഡിഫറൻസ് ഈസ് നോൺ ആസ് ദിസ് എനർജി ഗ്യാപ്പ് ഓർ ഫോർബിഡൻ സോൺ. എനർജി ഗ്യാപ്പിന്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ ദിസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് ദി കണ്ടക്ഷൻ ബാൻഡ്. ഇപ്പൊ നമ്മളെ നോർമൽ കണ്ടീഷനിൽ ഇവിടെ നിന്ന് ഇലക്ട്രോണിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ എളുപ്പമല്ല. ഇനി ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ചൂടാക്കിയാലോ അപ്പോഴും എളുപ്പമായിരിക്കില്ല ഇലക്ട്രോണിന് ഇവിടെ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടിയെത്താൻ. കാരണം ഇത്രയും കടമ്പ കടന്നിട്ട് വേണം ഒരു ഇലക്ട്രോണിന് അങ്ങോട്ട് എത്താൻ. അപ്പൊ അത് സാധിക്കില്ല. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എങ്ങനെയാ? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. പക്ഷെ ഇവര് തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഇൻസുലേറ്റേഴ്സ് ഇറ്റ് ഈസ് സ്മോൾ. നോർമൽ കണ്ടീഷനിൽ ഇലക്ട്രോണുകൾക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാനായിട്ട് എളുപ്പമല്ല. പക്ഷേ when the semiconductors are get heated, electrons can move from this valence band to conduction band. When we increase the temperature, the conductivity of the semiconductors increases. How? Because when we give heat, the electrons can easily move from the valence band to the conduction band. ഇപ്പൊ വ്യക്തമായില്ലേ? കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും എങ്ങനെയാണ് ബാൻഡ് തിയറി പ്രകാരം വരയ്ക്കാന്നുള്ളത് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് കൂടുതലായി സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. സെമി കണ്ടക്ടേഴ്സിന് രണ്ട് എക്സാമ്പിൾ ഏതൊക്കെയാ? സിലിക്കൺ, ജെർമേനിയം. കോമൺ ആയിട്ട് കേൾക്കുന്ന എക്സാമ്പിൾ ആണ് അല്ലെ? ഇത്തരം സെമി കണ്ടക്ടേഴ്സിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ജെർമേനിയം, സിലിക്കൺ പോലെയുള്ള സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് ഇനിയും കൂട്ടാൻ സാധിക്കും. എങ്ങനെയാണെന്ന് അറിയോ? ബൈ ആഡിങ് സം ഇംപ്യൂരിറ്റീസ്. ദി പ്രോസസ് ഓഫ് ആഡിങ് സം ഇംപ്യൂരിറ്റീസ് ഇൻ ടു ദിസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഇസ് കോൾഡ് ഡോപ്പിംഗ്. ഡോപ്പിംഗ് എന്ന മെത്തേഡ് വഴി വി ക്യാൻ ഇംപ്രൂവ് ദി കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ലൈക്ക് ജെർമേനിയം ആൻഡ് സിലിക്കൺ. ഇപ്പൊ ഡോപ്പിംഗിന്റെ ഡെഫിനിഷൻ ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്.
The conductivity of semiconductors can be increased by adding impurities and this process is called doping. അപ്പൊ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് രണ്ട് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഒന്ന് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും മറ്റൊന്ന് പി ടൈപ്പ് സെമി കണ്ടക്ടറും. എങ്ങനെയാണ് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. When a 14th group element, ഏതാ 14th group element? സിലിക്കൺ, ജർമേനിയം പോലെയുള്ളവ, is doped with the 15th group element. 15th group element ആണ് ഫോസ്ഫറസ്, ആർസനിക് പോലെയുള്ള എലിമെന്റ്സ്. Then we get n-type semiconductors. ഇപ്പൊ 14th group element എന്ന് പറഞ്ഞാൽ they consist of 4 electron in its outermost shell. അല്ലെ, ഔട്ടർമോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ബട്ട് ഫോർ ഫോസ്ഫറസ്, അതായത് 15th ഗ്രൂപ്പുകാർക്ക് 5 ഇലക്ട്രോൺസ് ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുക. അപ്പൊ ബോണ്ടിങ് വരുമ്പോ ഈ 4 ഇലക്ട്രോണുകൾ തമ്മിൽ ഒരു ബോണ്ട് ചെയ്യും, ഒരെണ്ണം എക്സസ് ആയിട്ട് നിൽക്കും. ദാറ്റ് എക്സസ് ഇലക്ട്രോൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോ അവിടുത്തെ ആ എക്സസ് വരുന്ന ഇലക്ട്രോൺ ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നത്. ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാ ഉണ്ടാവുന്നത്? When 14th group element is doped with the 13th group element. അപ്പോ 14th group elementല് 4 ഇലക്ട്രോൺസ് ഉണ്ട്. 13th group elementല് it consists of only 3 electrons in its outermost shell. അപ്പോൾ ബോണ്ടിങ് നടക്കുന്ന സമയത്ത് that is in short of 1 electron. അല്ലേ, ഇവിടെ 4:4 എന്ന് പറഞ്ഞ രീതിയിൽ ഇലക്ട്രോൺ ഇല്ല, ഒരു ഇലക്ട്രോൺ കുറവാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുറവ് വരുന്ന ഭാഗത്ത് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും. ഒരു ഹോൾ ഉണ്ടാവുമ്പോ തൊട്ടടുത്തുള്ള ഇലക്ട്രോണുകൾക്ക് ആ ഹോളിൽ കയറിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തരം ഹോൾസ് ആണ് ഇവിടുത്തെ കണ്ടക്ഷന് സഹായിക്കുന്നത്. സോ ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഇപ്പൊ ഹോൾസ് ആണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷന് സഹായിക്കുന്നത്. അപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലായില്ലേ? ഇത്രയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? സോളിഡ്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ സോളിഡ്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ferromagnetic substances, antiferromagnetic substances and ferrimagnetic substances. So first we can study about paramagnetism. It is the phenomena shown by a paramagnetic substance. So what is a paramagnetic substance? These paramagnetic substances are weakly attracted by magnetic field. Paramagnetic substances ഒരു magnetic field വെച്ച് കഴിഞ്ഞാൽ they are weakly attracted and also they lose their magnetism in the absence of magnetic field. Magnetic field in the presence ഇത്തരം paramagnetic substances they will act as a magnet, but when we remove this magnetic field they lose its magnetism. That is the peculiarity of this paramagnetic substance. Okay, and also they contain unpaired electrons. ഇത്തരം പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലൊക്കെ അൺപെയർഡ് ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാ? ഓക്സിജൻ, കോപ്പർ 2+, അയേൺ 3+, ഇതെല്ലാതും പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ് കേട്ടോ. അടുത്തതാണ് ഡയാമാഗ്നറ്റിസം. അപ്പൊ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം പഠിക്കണ്ടേ? Diamagnetic substances are weakly repelled by the magnetic field. അപ്പൊ ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കുക. ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസും ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് കണ്ടെയ്ൻ പെയർഡ് ഇലക്ട്രോൺസ്. അപ്പൊ ഇത് നമുക്ക് ഈ പാരാമാഗ്നറ്റിസവും ഡയാമാഗ്നറ്റിസവും വളരെ വ്യക്തമായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വിത്ത് എക്സാമ്പിൾസ്. സോഡിയം ക്ലോറൈഡ്, ബെൻസീൻ എന്നൊക്കെ പറയുന്നത് ഈ ഡയാമാഗ്നറ്റിസത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ.
ഫെറോമാഗ്നറ്റിസം. അപ്പൊ ഫെറോമാഗ്നറ്റിസവും ആന്റി ഫെറോമാഗ്നറ്റിസവും ഫെറി മാഗ്നറ്റിസവും നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് രണ്ടും നമ്മൾ പലപ്പോഴായി പല ഭാഗത്തു നിന്നും പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഫെറോമാഗ്നറ്റിസം എന്ന് വെച്ചാൽ എന്താ? They are the substances which are strongly attracted by the magnetic field. Magnetic field വെച്ച് കഴിഞ്ഞാൽ they will be strongly attracted by that. And one of the important peculiarity of this substances is that even when we remove the magnetic field, that substance will retain its magnetism. അതായത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ നമ്മൾ പഠിച്ചത് എന്താ? They lose their magnetism in the absence of magnetic field. പക്ഷെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ പഠിക്കുന്നത് എന്താ? They retain its magnetism in the absence of magnetic field എന്നാണ്. അപ്പോ നമുക്ക് ഒരു ഫെറോമാഗ്നറ്റിസവും പാരാമാഗ്നറ്റിസവും കമ്പയർ ചെയ്ത് പഠിക്കാം. ഈ രണ്ടെണ്ണത്തിലേക്ക് വെച്ച്, അതായത് ഔട്ട് ഓഫ് ദി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആൻഡ് ദി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, the most important and efficient magnetic substance is ferromagnetic substance. Okay. And also you have to note some examples, that is iron, cobalt, nickel. Then anti-ferromagnetism, they are the substances which possess either paramagnetism or ferromagnetism on the basis of unpaired electrons. അപ്പൊ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ ബേസിസിൽ അവർ ഏത് കാണിക്കണമെന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ് തീരുമാനിക്കും. അതായത് ഫെറോമാഗ്നറ്റിസം കാണിക്കണമെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യാം. ഇനി അതല്ല പാരാമാഗ്നറ്റിസം കാണിക്കുകയാണെങ്കിൽ വീക്ക് ആയിട്ട് അട്രാക്ട് ചെയ്യാം. ആൻഡ് നോട്ട്സ് ദ എക്സാമ്പിൾ ഓൾസോ. The last one is ferrimagnetism, and this ferrimagnetic substances possess large magnetism on the basis of this unpaired electrons. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെയും ഫെറിമാഗ്നറ്റിസത്തിന്റെ കാര്യം പറയുന്നത്. പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് ഉണ്ട്. അതാണ് ഇനി ഞാൻ വരച്ചു കാണിച്ചു തരാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. അതിനു പുറമെ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു മാഗ്നറ്റിക് മൊമെന്റിന്റെ അലൈൻമെന്റ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നെക്സ്റ്റ് ഈസ് ദി അലൈൻമെന്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്സ്. നമുക്കറിയാം ഏതൊരു സബ്സ്റ്റൻസിലും ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ. ഇലക്ട്രോൺസ് ഉണ്ടാവുമ്പോൾ തന്നെ ആ ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യും ആ സബ്സ്റ്റൻസിൽ. എപ്പോഴും ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ആക്ട് ആസ് എ ടൈനി മാഗ്നറ്റ്. ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് നേച്ചർ ഈ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഫ്രം ടു ടൈപ്സ് ഓഫ് മോഷൻ. രണ്ട് രീതിയിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടാവുമ്പോഴാണ് ഒരു ഇലക്ട്രോണിന് മാഗ്നറ്റിക് മൂവ്മെന്റ് ഉണ്ടാവുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാ രണ്ട് ടൈപ്പ് മൂവ്മെന്റ്? ഒന്ന് ഇറ്റ്സ് ഓർബിറ്റൽ മോഷൻ അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഓർബിറ്റൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രോൺ ആണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ കറങ്ങുന്നതാണ് ഓർബിറ്റൽ മോഷൻ അല്ലെ. മറ്റൊന്ന് ഇറ്റ്സ് സ്പിൻ മോഷൻ അറൌണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അതിന്റെ ആക്സിസിലും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടാണ് അതിങ്ങനെ കറങ്ങി പോകുന്നത്. അത് ക്ലോക്ക് വൈസിലും തിരിയാം, അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസിലും തിരിയാം അല്ലെ. ഇനി ഈ മാഗ്നറ്റിക് മൊമെന്റിന്റെ ബേസിസിൽ ആണ് അലൈൻമെന്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്സ് ഇവിടെ നടക്കുന്നത്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ അലൈൻമെന്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ്. അതായത് എല്ലാ മാഗ്നറ്റിക് മൊമെന്റ്സും ഓരോ ഏരോ മാർക്കും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ ആണ്. മാഗ്നറ്റിക് മൊമെന്റിന്റെ റെപ്രസെന്റേഷൻ നമ്മളിവിടെ കാണിക്കുന്നത് ആരോ മാർക്കിലൂടെയാണ് കേട്ടോ. ഈ എല്ലാ ആരോ മാർക്കും അപ്വേർഡ് ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നു അതൊരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന്. ഇനി ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്താ? ഒരു മാഗ്നറ്റിക് മൊമെന്റ് അപ്വേർഡ് ഡയറക്ഷനിൽ കാണിച്ചാൽ തൊട്ടടുത്തുള്ളത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ കാണിക്കും. അതായത് മറ്റൊന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നു. ആൻഡ് ഫോർ ദിസ് ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഇസ് സീറോ. കാരണം ഒരെണ്ണം മറ്റൊന്നായിട്ട് ക്യാൻസൽ ചെയ്തു പോകും. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് സീറോ കിട്ടും. നേരെ മറിച്ച് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ അങ്ങനെയല്ല. ഇതെല്ലാം ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഹാവ് എ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. ഒരു വാല്യൂ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇനി ഫെറിമാഗ്നറ്റിസം എങ്ങനെയാ? ഇൻ ഫെറിമാഗ്നറ്റിസം
the individual magnetic moments are aligned unequally in different directions. അല്ലേ? എല്ലാ മാഗ്നറ്റിക് മൊമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ മൂന്നാമത്തെ ഒരെണ്ണം താഴേക്കുള്ള ഡയറക്ഷനിലാണ് ഉള്ളത്. അതുപോലെ രണ്ടെണ്ണം മുകളിലേക്ക് വരുമ്പോൾ താഴെ ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നു. അതായത് അൺഈക്വൽ ആയിട്ടാണ് ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ്സ് അലൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇത് മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഷോ എ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. അപ്പൊ നമ്മൾ ആ ഡെഫിനേഷൻ പഠിച്ച പോലെ തന്നെ ഈ ഒരു ഡിഫറൻസിയേഷനും പഠിച്ചു വെക്കണം. നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാൻ വരുന്ന ഒരു ഭാഗമാണത് കേട്ടോ. അപ്പോ ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ഈ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓരോ കാര്യങ്ങളും അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കാര്യങ്ങളും സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ വിശദമാക്കി തന്നിട്ടുണ്ട്. എല്ലാവരും പഠിക്കുക, പഠിച്ച് നല്ല മാർക്ക് വരും. അടുത്ത ക്ലാസ്സിൽ ഞാൻ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.